ഹായ് ഓൾ, എല്ലാവർക്കും റെയിൽ മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നീഷ്യൻ്റെ സാലറിയെ കുറിച്ചാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ അപ്പോയിൻറ്റഡ് ആയ ഒരു ടെക്നീഷ്യൻ എത്രത്തോളം സാലറിയാണ് കിട്ടാൻ പോകുന്നത്, അതേപോലെ തന്നെ ടെക്നീഷ്യൻ്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടൊരു ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടെക്നീഷ്യൻ്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് സംസാരിക്കാം. ഇനീഷ്യലി അപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വ്യക്തി ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റഡ് ആകുന്നത്. അതൊരു ലെവൽ 2 പോസ്റ്റാണ്. അതിൻ്റെ നെക്സ്റ്റ് ഹയർ പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. അതൊരു ലെവൽ 4 പോസ്റ്റാണ്. അതിനുശേഷം ഗ്രേഡ് 1 അതൊരു ലെവൽ 5 പോസ്റ്റും സീനിയർ ടെക് അതൊരു ലെവൽ 6 പോസ്റ്റുമാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്നിവയിലേക്ക് മാത്രമാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. ഇനി ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കാം. ഗ്രേഡ് 3യിൽ നിന്ന് ഗ്രേഡ് 2ലേക്ക് പ്രൊമോട്ടഡ് ആവാൻ സാധാരണ 2 മുതൽ 3 വർഷം വരെയാണ് എടുക്കാറ്. ഇത് ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെൻറ്റ്, ഡിവിഷൻ, പ്ലേസ് ഓഫ് വർക്കിംഗ് എന്നതിനെ ആശ്രയിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. ഉദാഹരണത്തിന് ഓപ്പൺ ലൈൻ കാറ്റഗറീസിൽപ്പെട്ട ടെക്നീഷ്യൻസ്, ഓപ്പൺ ലൈനിന് ഉദാഹരണങ്ങളാണ് സിഗ്നൽ, ടെലി, ഇലക്ട്രിക്കൽ, CNWയിൽ തന്നെ ഓപ്പൺ ലൈനും ഉണ്ട്, ഷെഡും ഉണ്ട് തുടങ്ങിയ 2 മുതൽ 3 വർഷം വരെ വർഷത്തിൽ പ്രൊമോഷൻ ലഭിക്കാറുണ്ട്. വർക്ക്ഷോപ്പുകളിൽ ഏകദേശം ഇതേപോലെ തന്നെ. ബട്ട് ഓപ്പൺ ലൈനെ അപേക്ഷിച്ച് വർക്ക്ഷോപ്പുകളിൽ പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. പക്ഷേ മുന്നേ പറഞ്ഞ പോലെ ഇതൊരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. പ്രൊമോഷൻ ഡിലേ ആവാനും സാധ്യതയുണ്ട്. ഇനി ഗ്രേഡ് 2ൽ നിന്ന് ഗ്രേഡ് 1ലേക്ക് സാധാരണ 2 മുതൽ 3 വർഷം വരെയാണ് എടുക്കാറ്. ഗ്രേഡ് 1ൽ നിന്ന് സീനിയർ ടെക്കിലേക്കുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അത് സാധാരണ 6 മുതൽ 8 വർഷം വരെ എടുക്കാറുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം സീനിയർ ടെക്കിലുള്ള വ്യക്തികൾ അവരുടെ നെക്സ്റ്റ് ഹയർ പോസ്റ്റായ ജൂനിയർ എഞ്ചിനീയറിന് അൺവില്ലിംഗ് കൊടുക്കുന്നതിലാണ്. ജൂനിയർ എഞ്ചിനീയർ ഒരു സൂപ്പർവൈസറി പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ചൂസ് ചെയ്യണമെന്നില്ല. അതിനാൽ ഗ്രേഡ് 1ൽ നിന്ന് സീനിയർ ടെക്കിലേക്കുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് സ്ലോ പ്രോസസ്സാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടാബ്ലർ കോളത്തിൽ ടെക്നീഷ്യൻ്റെ ഗ്രേഡ്, അതിന് അനുസരിച്ചുള്ള ബേസിക് പേ ലെവൽ എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇനി സാലറി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ടാബുലർ കോളത്തിൽ ഏണിങ്സും ഡിഡക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഏണിംഗ് സെക്ഷനിൽ വരുന്നതാണ് പ്രധാനമായും ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, ലൈൻ ഡ്യൂട്ടി അലവൻസ് തുടങ്ങിയ അതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മാണ് ഗ്രോസ് പേ എന്ന് പറയുന്നത്. ഡിഡക്ഷൻസിൽ പ്രധാനമായും നാഷണൽ പെൻഷൻ സ്കീം, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, റെയിൽവേ എംപ്ലോയി ഇൻഷുറൻസ് സ്കീം, പ്രൊഫഷണൽ ടാക്സ്, അത് ഓരോ സ്റ്റേറ്റിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ കേരളത്തിലൊരു ടാക്സ് ആയിരിക്കും, തമിഴ്നാട്ടിൽ വേറെ ടാക്സ് ആയിരിക്കും. അങ്ങനെ ഒരു ചെറിയ ചെറിയ വേരിയേഷൻസ് അതിൽ വരാം. നെറ്റ് പേ ഓർ ഇൻ ഹാൻഡ് സാലറി എന്നുള്ളത് ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് കുറച്ചതാണ്. ടെക്നീഷ്യൻ്റെ അടിസ്ഥാന ശമ്പളം എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ടാബ്ലർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിയർനെസ് അലവൻസ് അഥവാ ക്ഷാമബത്ത, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ 6 മാസത്തിലും DA റിവൈസ് ചെയ്യാറുണ്ട്. സോ 2 വർഷത്തിൽ 2 തവണ DA റിവൈസ് ചെയ്യാറുണ്ട്. നിലവിലെ DA എന്ന് പറയുന്നത് 55%. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് എത്രത്തോളമാണ് DA ഇനത്തിൽ കിട്ടുന്നത് എന്ന് നോക്കാം. DA ഇനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ബേസിക് പേയുടെ 55% ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,945 രൂപയാണ്. ഹൗസ് റെൻ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് സിറ്റീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. സിറ്റീസിനെ XYZ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ് ക്ലാസിഫൈഡ് സിറ്റീസിന് ഉദാഹരണമാണ് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയവ. Y ക്ലാസിഫൈഡ് സിറ്റീസിന് ഉദാഹരണമാണ് സേലം, മധുരൈ, ട്രിവാൻഡ്രം തുടങ്ങിയവ. XY കാറ്റഗറീസിൽ പെടാത്ത സിറ്റികളാണ് Z കാറ്റഗറീസിൽ വരുന്നത്. എക്സ് ക്ലാസിഫൈഡ് സിറ്റികളിൽ HRA എന്നുള്ളത് 30% ഓഫ് ബേസിക് പേ ആണ്. Y ക്ലാസിഫൈഡിൽ ഇത് 20% ഓഫ് ബേസിക് പേയും Z ക്ലാസിഫൈഡിൽ ഇത് 10% ഓഫ് ബേസിക് പേ ആണ്. സോ നമുക്ക് അദ്ദേഹം എക്സ് ക്ലാസിഫൈഡ് സിറ്റീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഹൗസ് റെൻറ്റ് ഇനത്തിൽ ലഭിക്കാൻ പോകുന്നത് ബേസിക് പേയുടെ 30% ആണ്. ഇത് 5,970 രൂപയാണ്. ഇനി ട്രാൻസ്പോർട്ട് അലവൻസും ട്രാവലിംഗ് അലവൻസും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ട്രാൻസ്പോർട്ട് അലവൻസ് അത് പേ ലെവലിനനുസരിച്ച് പേ ലെവലും സിറ്റീസിനെയും അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരുന്നു. സോ ലെവൽ 1 മുതൽ ലെവൽ 2 വരെ ബിഗ് സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ
1350 പ്ലസ് ഡി എ. അതർ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ 900 പ്ലസ് ഡി എ. ലെവൽ 3 മുതൽ ലെവൽ 8 വരെ 3600 പ്ലസ് ഡി എ ആണ് ബിഗ് സിറ്റീസിൽ. അതർ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ 1800 പ്ലസ് ഡി എ എന്നിങ്ങനെയാണ്. സോ നമ്മൾ എടുത്തിരിക്കുന്ന അദ്ദേഹം എക്സ് ക്ലാസിഫൈഡ് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. സോ ട്രാൻസ്പോർട്ട് അലവൻസ് ഇനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന എമൗണ്ട് എന്നുള്ളത് 1350 പ്ലസ് 1350ൻ്റെ 55%. സോ ടോട്ടൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് 2093 രൂപയാണ്. ഇനി ട്രാവലിംഗ് അലവൻസ് നോക്കുകയാണെങ്കിൽ ഓരോ പേ ലെവലിന് അനുസരിച്ച് ടി എ റേറ്റിൽ മാറ്റമുണ്ട്. ലെവൽ 1 മുതൽ ലെവൽ 5 വരെ ടി എ റേറ്റ് 625 രൂപയാണ്. ലെവൽ 6 മുതൽ ലെവൽ 8 വരെ ടി എ റേറ്റ് 1000 രൂപയാണ്. ടി എ എലിജിബിൾ ആവുന്നത് അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോസ്റ്റിംഗ് ലഭിച്ച സ്റ്റേഷൻ ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 8 കിലോമീറ്റർ മാറി വർക്ക് ചെയ്യുമ്പോഴാണ്. 6 മണിക്കൂറിൽ താഴെ 8 കിലോമീറ്റർ പരിധിക്കപ്പുറം വർക്ക് ചെയ്യുകയാണെങ്കിൽ ടി എ റേറ്റിൻ്റെ 30%വും 6 മുതൽ 12 മണിക്കൂറിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ടി എ റേറ്റിൻ്റെ 70%വും 12 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ടി എ റേറ്റിൻ്റെ 100% അദ്ദേഹത്തിന് ലഭിക്കും. മുൻപേ പറഞ്ഞ സമയപരിധിയിൽ അദ്ദേഹം വരാനും തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റേഷനിലേക്ക് എത്താനും എടുക്കുന്ന സമയവും ഉൾപ്പെടുന്നു. ഇനി മാക്സിമം ക്ലെയിം ചെയ്യാവുന്ന ടി എ എന്നുള്ളത് ഒരു മാസത്തിൽ 15 പോയിൻ്റാണ്. എന്നാൽ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എത്ര ദിവസമാണ് ട്രെയിനിങ് അത്ര ദിവസം നിങ്ങൾക്ക് ആ മാസത്തിലെ ടി എയിൽ ഉൾപ്പെടുത്താം. ട്രെയിനിങ് സെൻറ്റർ 8 കിലോമീറ്റർ പരിധിക്കപ്പുറം കൂടി ആവണം. ഉദാഹരണത്തിന് ഒരു മാസം നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ ആണെന്ന് വയ്ക്കുക. ആ മാസത്തിൽ നിങ്ങൾക്ക് എത്ര ദിവസമുണ്ടോ അത്രയും ടി എ ആയി ക്ലെയിം ചെയ്യാം. 30 ദിവസമാണ് ആ മാസത്തിൽ ഉള്ളതെങ്കിൽ 30 ദിവസം നിങ്ങൾക്ക് ടി എ ആയി ക്ലെയിം ചെയ്യാം. ഇനി നൈറ്റ് ഡ്യൂട്ടി അലവൻസിലേക്ക് പോകാം. നൈറ്റ് ഡ്യൂട്ടി ആയി കണക്കാക്കുന്നത് രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ്. നൈറ്റ് ഡ്യൂട്ടി അലവൻസിൻ്റെ ഒരു യൂണിറ്റ് റേറ്റ് എന്നുള്ളത് ബേസിക് പേ പ്ലസ് ടി എ ഓൾ ഡിവൈഡഡ് ബൈ 200 ആണ്. ഒരു യൂണിറ്റ് എന്നുള്ളത് 6 മണിക്കൂറാണ്. ഒരു യൂണിറ്റ് റേറ്റ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 154.2 രൂപയാണ്. അദ്ദേഹം ഒരു വീക്ക് നൈറ്റ് ഡ്യൂട്ടി എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഇനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് 154.2 ഇൻറ്റു 9.33 ടോട്ടൽ 1439 രൂപയാണ് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഇനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ടോട്ടൽ ഒരാഴ്ചയിൽ അദ്ദേഹം 56 മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനെ ഒരു യൂണിറ്റായ 6 hours കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് 9.33 എന്നുള്ളത്. ഏണിംഗ് സെക്ഷനെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിഡക്ഷൻ സെക്ഷനിലേക്ക് നോക്കാം. അതിൽ പ്രധാനമായും ഉള്ളത് നാഷണൽ പെൻഷൻ സ്കീമാണ്. ഇതിൽ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ബേസിക് പേ പ്ലസ് ഡി എയുടെ 10%വും എംപ്ലോയർ ഇവിടെ റെയിൽവേ ആണ്. റെയിൽവേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബേസിക് പേ പ്ലസ് ഡി എയുടെ 14%മാണ്. സോ എൻ പി എസിലേക്ക് എംപ്ലോയി സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അത് 3085 രൂപയാണ്. ഇനി അതർ ഡിഡക്ഷൻസ് ആയ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, റെയിൽവേ എംപ്ലോയീസ് ഇൻഷുറൻസ് സ്കീം, പ്രൊഫഷണൽ ടാക്സ് എന്നിവ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയാം. കാരണം എന്തെന്നാൽ അവയെല്ലാം ഫിക്സഡ് ആണ്. ബേസിക് പേ ഡി എ ഇതിനനുസരിച്ച് ഇതൊന്നും വേരി ചെയ്യുന്നില്ല. ഇനി ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാം. ടാബുലാർ കോളത്തിൽ ടോട്ടൽ ഏണിങ്സും ടോട്ടൽ ഡിഡക്ഷൻസും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ ഗ്രോസ് പേ എന്നുള്ളത് 49,722 രൂപയും ടോട്ടൽ ഡിഡക്ഷൻ 3,423 രൂപയുമാണ്. സോ അദ്ദേഹത്തിന് ലഭിക്കുന്ന നെറ്റ് സാലറി ഓർ ഇൻഹാൻഡ് സാലറി എന്നുള്ളത് ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷനാണ്. അത് 46,299 രൂപയാണ് അദ്ദേഹത്തിന് ടോട്ടൽ ലഭിക്കുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാലറി ടെക്നീഷ്യന് കിട്ടാവുന്ന ഒരു മാക്സിമം സാലറി ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് നമ്മൾ എക്സ് സിറ്റീസിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫുൾ ടി എ ക്ലെയിം ചെയ്യുന്നു എന്ന് നമ്മൾ എടുത്തിരിക്കുന്നു. ഇനി വർക്ക്ഷോപ്പുകളിലാവുമ്പോൾ അവർക്ക് ട്രാവലിംഗ് അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് അവിടെ ഇൻസെൻറ്റീവ് ഉണ്ടാവും. അതെല്ലാം പെർഫോമൻസ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിക്സഡായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. കൂടാതെ നാഷണൽ ഹോളിഡേകളിൽ വർക്ക് ചെയ്താൽ അതിനും നിങ്ങൾക്കൊരു നിശ്ചിത തുക സാലറിയുടെ കൂടെ ലഭിക്കും.
അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലെവൽ 1 മുതൽ ലെവൽ 2 വരെ 384 രൂപയാണ് പെർ ഡേ ലഭിക്കുക. ലെവൽ 3 മുതൽ ലെവൽ 5 വരെ 477 രൂപ പെർ ഡേ. ലെവൽ 6 മുതൽ ലെവൽ 8 വരെ 630 രൂപയാണ് പെർ ഡേ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ അന്നേ ദിവസം വർക്ക് ചെയ്താൽ മേൽപ്പറഞ്ഞ തുക ലഭിക്കും, ഇല്ലെങ്കിൽ അത് ലഭിക്കില്ല. ഇനി മറ്റൊരു കാര്യം, ടെക്നീഷ്യൻ ഇനീഷ്യലി അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നിശ്ചിത കാലയളവ് ട്രെയിനിങ് പീരീഡിലായിരിക്കും. സിഗ്നൽ ടെലി ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ട്രെയിനിങ് പീരീഡ് 1 ഇയർ ആണ്. വർക്ക്ഷോപ്പുകളിലെ ടെക്നീഷ്യന് സാധാരണ 6 മാസമാണ് ട്രെയിനിങ് ഉണ്ടാവാറ്. ഇനി മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഏകദേശം 6 മാസം മുതൽ 1 ഇയർ വരെയാണ് ട്രെയിനിങ് ഉണ്ടാവാറ്. ഓക്കെ, സോ ട്രെയിനിങ് പീരീഡ് കാലയളവിൽ നിങ്ങൾക്ക് ബേസിക് പേ പ്ലസ് DA മാത്രമാണ് ലഭിക്കുക. സാലറി ആയിരിക്കില്ല, സ്റ്റൈപ്പൻ്റ് ആയിട്ടായിരിക്കും ലഭിക്കുക. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് പോസ്റ്റിംഗ് ആകുമ്പോൾ മറ്റ് അലവൻസുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. റെയിൽവേ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാലറി മാത്രമായിരിക്കരുത് ലക്ഷ്യം. മികച്ച ഒരു വർക്ക് ലൈഫ് ബാലൻസും നിങ്ങൾ എയിം ചെയ്യുന്ന പോസ്റ്റിൽ ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. ഓക്കെ, ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പേ സ്ലിപ്പും അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 2ൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പേ സ്ലിപ്പും കൂടി ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.